റെക്സ് എന്ന് പറഞ്ഞ വ്യക്തി തന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒരു റോഡ് ട്രിപ്പ് പോകും. അങ്ങനെ കുറേ ദൂരം ഇവർ സഞ്ചരിക്കും. എന്നിട്ടൊരു ഗ്യാസ് സ്റ്റേഷനിൽ ഇവർ പെട്രോൾ അടിക്കാൻ വണ്ടി നിർത്തും. അപ്പൊ തന്നെ തന്റെ ഗേൾ ഫ്രണ്ട് വെള്ളം വാങ്ങാനെന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് കടയിൽ പോകും. കുറേ നേരം കഴിയും, ഈ പെൺകുട്ടി തിരിച്ചു വരത്തില്ല. അപ്പൊ ഇയാൾ ആകെ പരിഭ്രാന്തനാവും. ഇയാൾ ഈ പെൺകുട്ടിയെ അന്വേഷിച്ചു പോകും. അവിടെയുള്ള കടകളിലോടെല്ലാം ചോദിക്കും. പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഈ പെൺകുട്ടി എവിടെ പോയെന്നറിയത്തില്ല. ആകെ ടെൻഷനാവും. എന്നിട്ട് അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. പോലീസുകാർ അന്വേഷിക്കുമെങ്കിലും ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നോ എവിടെ പോയെന്നോ ഇവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ സംഭവം നടന്നിട്ട് 3 വർഷം കഴിയും. ഈ 3 വർഷമായിട്ടും ഈ റെക്സ് തന്റെ ഗേൾ ഫ്രണ്ടിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് ടി വിയിലും മീഡിയയിലും ഒക്കെ ഒരു വലിയ ന്യൂസ് ആവും. ഇതാണ് 1988 ഇറങ്ങിയ ദ വാനിഷിംഗ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി. ഇത് സാധാരണ ത്രില്ലർ മൂവി പോലെയല്ല. നമ്മൾ വയലൻസും ട്വിസ്റ്റുകളും ഭയങ്കര ബിജിഎമ്മും ഒക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഭയങ്കര നമ്മളെ പേടിപ്പിച്ച് കളയും. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഹോണ്ടഡ് ഫീൽ വരും. കാരണം ഈ മൂവി അങ്ങനെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ മൂവി എടുത്തേക്കുന്നത്. മനുഷ്യന്റെ ഒരു ഡാർക്ക് സൈഡ് തന്നെ കാണിക്കുന്ന ഒരു മൂവിയാണ്. പല സൈക്കോളജിക്കൽ ത്രില്ലർ മൂവീസിന്റെയും ഒരു ബേസ് ആണെന്ന് തന്നെ പറയും ഈ മൂവി. സ്പേസിൽ ഡ്രാമ, വയലൻസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ചിലപ്പോൾ ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ ഇതൊരു മാസ്റ്റർ പീസ് മൂവിയാണ്.